ഈ മധുരിക്കുന്ന ഓർമ്മകളും പേറി സമീർ കൂട്ടായി പാതയോരങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയിട്ട് നാളുകൾ ഏറെയാകുന്നു. മലപ്പുറം തിരൂർ സ്വദേശിയായ സമീർ കൂട്ടായി പുരാവസ്തുക്കളുടെ ശേഖരവുമായി കേരളത്തിലെ പ്രധാന പട്ടണങ്ങളിലേക്ക് എത്തുന്നുണ്ട്. വിൽപ്പനയാണ് ലക്ഷ്യമെങ്കിലും തൻ്റെ പക്കലുള്ള വസ്തുക്കളെപ്പറ്റി വ്യക്തമായ അറിവും ധാരണയും ഈ വ്യാപാരിക്കുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുനലൂർ ചെമ്മന്തൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഇദ്ദേഹമുണ്ടായിരുന്നു. ഗ്രാമഫോൺ, ആഭരണപ്പെട്ടി, മണൽ ഘടികാരം, മണ്ണെണ്ണ വിളക്ക്, ഫാൻ, ടെലസ്കോപ്പ്, ഹോൺ, വാൽവ് ക്ലോക്ക് തുടങ്ങി നിരവധി വസ്തുക്കളാണ് സമീറിൻ്റെ ശേഖരത്തിലുള്ളത്. ഹായ്, എൻ്റെ പേര് സമീർ കൂട്ടായി. ഞാൻ മലപ്പുറം സ്വദേശിയാണ്. ഞാനിപ്പോൾ ഗ്രാമഫോൺ ഐറ്റംസ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുനലൂർ വന്നേക്കാണ്. അതിന് മുമ്പ് കൊല്ലത്തുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഗ്രാമഫോൺ വർക്കിംഗ് കണ്ടീഷനാണ്. കറണ്ടോ ബാറ്ററിയോ ഒന്നും വേണ്ട. പണ്ട് കാലങ്ങളിൽ എങ്ങനെ ഉപയോഗിച്ച് അതുപോലെ ഉപയോഗിക്കാം. അതേപോലെ ഇത് മണ്ണെണ്ണ ഫാന്. പണ്ട് കാലത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഈ ലീഫ് കറങ്ങിക്കൊണ്ട് കിടക്കും. ഇതുകൊണ്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന ജ്വൽ ബോക്സ്, പണ്ട് ആഭരണപ്പെട്ടി ആയിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ്. ഇത് ടെലിഫോൺ വർക്കിംഗ് കണ്ടീഷനാണ്. കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. ഉള്ളിലെ മെക്കാനിക്സ് ഒക്കെ പുതിയത്, ബോഡി കുറച്ച് പഴയത്, കുറച്ച് പഴയതായിട്ട്. ഇത് പണ്ട് കാലങ്ങളിൽ വീട്ടിനകത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിട്ടിരുന്ന ബെല്ലാണ്. നല്ല സൗണ്ടാണ്. ഇത് വരുന്നത് 9,500 നമ്മൾ പറയുന്നത്. ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും എല്ലാം. അതേപോലെ പണ്ടത്തെ പറ, അരി, നാഴി ഇതൊക്കെ ഇളക്കാൻ വെച്ചിരുന്ന പറ. ഇത് വരുന്നത് പണ്ടത്തെ വാൽവ് റേഡിയോ. പഴയ കാലങ്ങളിൽ വാൽവ് ഉപയോഗിച്ചിരുന്നത്. വാൽവ് ചൂടാവുന്നതിനനുസരിച്ച് സൗണ്ട് കൂടിക്കൊണ്ട് വരും. അത്രയും നല്ലൊരു പഴയകാല പ്രൊഡക്റ്റാണ്. അതേപോലെ ടെലിസ്കോപ്പ്. ഇത് ഒരുപാട് ലെങ്ത് നമുക്ക് കാണാൻ പറ്റും. ഒരു 4 കിലോമീറ്ററിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് കാണാം. വളരെ ക്ലാരിറ്റിയോട് കൂടി കാണാം. സൂപ്പർ ഐറ്റമാണ്. ഇതൊന്നും ഇപ്പോൾ നമുക്ക് കിട്ടാനില്ലാത്ത സാധനങ്ങളാണ്. അതുപോലെ വേറെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഇത് പണ്ടത്തെ ഹോണാണ്, ബസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന വർക്കിംഗ് കണ്ടീഷനാണ്. സൂപ്പർ ഐറ്റം. അതുപോലെ മണൽ ഘടികാരം. പണ്ട് കാലങ്ങളിൽ ഓപ്പറേഷൻ തിയേറ്ററുകൾക്ക് ഡോക്ടേഴ്സൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനമാണ് മണൽ ഘടികാരം. പെർഫെക്റ്റ് വർക്കിംഗ് കണ്ടീഷനാണ്. ഇതിനകത്ത് കോമ്പസ് കൂടി ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് വേറെ റേഡിയോസ് ഉണ്ട്. പണ്ടത്തെ തേപ്പ് പെട്ടി, പണ്ട് കാലങ്ങളിൽ ആൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. ഇത് ബൈനോക്കുലേഴ്സ്. ഇതൊക്കെ വളരെ അടുത്തായിട്ട് നമുക്ക് കാണാം. വളരെ ക്ലാരിറ്റിയോട് കൂടി നമുക്ക് കാണാൻ പറ്റും. പെർഫെക്റ്റ് വർക്കിംഗ് കണ്ടീഷനാണ്. അതേപോലെ ക്ലോക്കുകൾ. ഇതിൻ്റെ ഉള്ളിലെ മെക്കാനിക്സ് ഒക്കെ പുതിയതാണ്. ബോഡി പഴയതാണ്. ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷനാണ്. അതുപോലെ ജ്വൽ ബോക്സ്, പണ്ടത്തെ തിരുവാഭരണ പെട്ടി എന്ന് പറയുന്നത്, അതും വർക്കിംഗ് കണ്ടീഷനാണ്. അതേപോലെ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക്, ഫാന്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്. ഇത് പണ്ടത്തെ സെക്സ്റ്റാൻഡ് എന്ന് പറയും. പണ്ട് കപ്പലിൽ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. ദിശകളെ അറിയാൻ വേണ്ടിയിട്ട്. സൂപ്പർ ഐറ്റമാണ്. അതേപോലെ ഒറ്റത്തടിയിൽ തീർത്ത സിംഹം. ഒറ്റത്തടിയിൽ പഴയ മരത്തിൽ പണ്ട് ചെയ്തതാണ്. ഇന്നത്തെ ആശാരിമാരോട് പറഞ്ഞു കഴിഞ്ഞാലൊന്നും അവർ ചെയ്യത്തില്ല അത്രയും കാര്യങ്ങൾ. പെർഫെക്റ്റ് വർക്കിംഗ് ആണ് എല്ലാം. വിൽപ്പന മാത്രമല്ല ഈ മലപ്പുറംകാരൻ്റെ ലക്ഷ്യം. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള പുരാവസ്തുക്കൾ ശേഖരിക്കുകയും അവയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് പുതിയ രൂപത്തിലാക്കി മാറ്റുകയും ചെയ്യും. തുടർന്ന് മറ്റുള്ളവർക്ക് വിൽക്കുകയും ചെയ്യും. മലപ്പുറം തിരൂരിൽ കഴിഞ്ഞ 30 വർഷത്തിലേറെയായി പുരാവസ്തുക്കളുടെ കട നടത്തുകയാണ് ഇദ്ദേഹം. കടയിൽ നിന്നും വസ്തുക്കളുമായി സമീറിൻ്റെ ഈ യാത്ര തുടങ്ങിയിട്ട് 1 വർഷത്തോളമാകുന്നു. സമീറിനൊപ്പം സുഹൃത്ത് ഫുവാദുമുണ്ട്. ഓരോ പട്ടണങ്ങളിലും 2 ദിവസം താമസിക്കുന്നവർ വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് വാങ്ങാം. അല്ലല്ല, ഒരു മെക്കാനിക്ക് പുതിയല്ല. ഒരു മാത്രമേ പഴയതുള്ളൂ. പഴയ കാലം നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു അതുപോലെ പോയി. ശരി.
ഗതകാല സ്മരണകളുമായി എത്തുന്ന പുരാവസ്തുക്കളുടെ ശേഖരം കാണുവാനും സാധനങ്ങൾ വാങ്ങുവാനുമായി നിരവധി ആളുകളാണ് സമീറിനെ തേടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.